നമസ്കാരം. വിഷാദരോഗത്തെക്കുറിച്ചുള്ള ഒരു ഡീപ്പ് ഡൈവിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ലേഖനങ്ങളും റിപ്പോർട്ടുകളുമുണ്ട്. വിഷാദത്തിന്റെ ഒരു ശാസ്ത്രീയ വശം മുതൽ നമ്മുടെ നാട്ടിൽ, അതായത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി, പരപ്പനങ്ങാടി പോലെയുള്ള സ്ഥലങ്ങളിൽ എവിടെ സഹായം കിട്ടുമെന്ന് വരെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതാണ്: വിഷാദത്തെ ഒരു ബലഹീനതയായി കാണരുത്, അതൊരു രോഗമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ലോകാരോഗ്യ സംഘടന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2030 ആകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമായി വിഷാദം മാറുമെന്നാണ്. അത്രയ്ക്കും ഗുരുതരമാണല്ലേ? പലരും ഇപ്പോഴും കരുതുന്നത് ഇതൊരു വെറുമൊരു സങ്കടമെന്നല്ലേ. പക്ഷേ ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ടല്ലോ. എന്താണ് തലച്ചോറിനുള്ളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? കൈമാറാൻ സഹായിക്കുന്ന ചില രാസവസ്തുക്കളുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ഇതിൽ സെറോട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, പിന്നെ ഡോപ്പമിൻ, ഇവയുടെയൊക്കെ അളവിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ മൂഡിനെയും എനർജിയെയും ഒക്കെ കാര്യമായി ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു കെമിസ്ട്രി പ്രശ്നം മാത്രമാണോ? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒറ്റയൊരു കാരണമില്ല. ജനിതകപരമായ ഒരു സാധ്യതയുണ്ട്. അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചാൻസ് കൂടുതലാണ്. അതോടൊപ്പം ജോലി നഷ്ടപ്പെടുന്നത് പോലുള്ള വലിയ സ്ട്രെസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതങ്ങൾ, ചിലപ്പോൾ തൈറോയിഡ് പ്രശ്നങ്ങൾ പോലുള്ള ശാരീരിക രോഗങ്ങൾ പോലും ഇതിലേക്ക് നയിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം ഒരാളിലുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെ തിരിച്ചറിയാം? പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു കടുത്ത സങ്കടം. 2, മുൻപ് ആസ്വദിച്ചു ചെയ്തിരുന്ന കാര്യങ്ങളിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ഒരവസ്ഥ. അൻഹെഡോണിയ എന്ന് പറയുന്ന അവസ്ഥയല്ലേ? അതെ, അത് തന്നെ. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതൊരു മടിയായിട്ടോ അല്ലെങ്കിൽ ഒരുതരം അഹങ്കാരമായിട്ടോ ഒക്കെ തോന്നാം. അവൻ ആകെ മാറിപ്പോയി എന്നൊക്കെ ആളുകൾ പറയില്ലേ? അതിന്റെ പിന്നിൽ ഒരുപക്ഷെ ഇതാകാം. അപ്പോൾ കൗമാരക്കാരിൽ ഇത് തിരിച്ചറിയാൻ കുറച്ചുകൂടി പാടായിരിക്കുമല്ലോ അല്ലേ? അവരുടെ ആ ഒരു ദേഷ്യവും വാശിയുമൊക്കെ സ്വാഭാവികമാണോ അതോ ഇതിന്റെ ലക്ഷണമാണോ എന്നെങ്ങനെ മനസ്സിലാക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കൗമാരക്കാരിൽ പലപ്പോഴും വിഷാദം പുറത്തു വരുന്നത് സങ്കടമായിട്ടല്ല, മറിച്ച് അടങ്ങാത്ത ദേഷ്യമായിട്ടാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്നത് ഒരു ലക്ഷണമാകാം. ഈ റിപ്പോർട്ടുകളിൽ പറയുന്ന ഒരു കാര്യം എന്നെ ശരിക്കും ഒന്ന് ഞെട്ടിച്ചു. ചിലപ്പോൾ വിഷാദരോഗം പ്രകടമാകുന്നത് ശരീരവേദനയായിട്ടാണ് എന്ന്. അതെങ്ങനെയാണ് മനസ്സിന്റെ വേദന ശരീരത്തിൽ വരുന്നത്? അതിനെ സൊമാറ്റിക് സിംറ്റംസ് എന്ന് പറയും. നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ അത്രയധികം ബന്ധമുണ്ട്. അതുകൊണ്ട് എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത തലവേദന, പുറംവേദന, ദഹന പ്രശ്നങ്ങൾ, ഇതിന്റെ ഒക്കെ പിന്നിലെ യഥാർത്ഥ കാരണം ചിലപ്പോൾ